ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം അറിയുന്നവർക്ക് സ്ഥിര സർക്കാർ ജോലി നേടാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി, യോഗ്യത, അതുപോലെ ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം, എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള സർക്കാരിന് കീഴിലുള്ള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ ഇപ്പോൾ സ്വീപ്പർ ഫുൾ ടൈം തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്. കേരള PSC മുഖേന നടത്തുന്ന റിക്രൂട്ട്മെന്റ് ആണിത്. ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 3 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നിവയിൽ ഏതെങ്കിലും സാക്ഷരത ഉള്ളവരായിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം. 16,500 രൂപ മുതൽ 37,500 രൂപ വരെയാണ് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം. നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷകൾ അയക്കുക എന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ കഴിയുന്നതാണ്. അപേക്ഷകൾ അയക്കുന്നതിന് മുൻപായിട്ട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനത്തിന്റെ ലിങ്കിൽ കയറി വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷകൾ അയക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.